വായ്നാറ്റം എല്ലാവർക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. വായ്നാറ്റം മൂലം പലയിടത്തും പല കാര്യങ്ങൾക്കും നമുക്ക് പുറകോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. നിസ്സാരമെന്ന് തോന്നാമെങ്കിലും വായ്നാറ്റം മൂലം ദുരിതം അനുഭവിക്കുന്നവർ നിരവധിയുണ്ട് നമുക്കിടയിൽ. വായ്നാറ്റം മൂലം ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാൻ പോലും കഴിയാറില്ല പലർക്കും. വായ തുറക്കാൻ പോലും ആത്മവിശ്വാസക്കുറവാണ് അക്കൂട്ടർക്ക്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ വായിൽ അടിഞ്ഞുകൂടുന്നതും വായിലെ കീടാണുക്കളുമെല്ലാം ഇതിന് കാരണമാകാം. ദന്തരോഗങ്ങളും മോണരോഗങ്ങളും വായ്നാറ്റം ഉണ്ടാക്കുന്ന മറ്റു കാരണങ്ങളാണ്. എന്തിന് ദഹന പ്രശ്നങ്ങൾ പോലും വായ്നാറ്റത്തിലേക്ക് നയിക്കുന്നു. വായ്നാറ്റം അകറ്റാൻ സഹായിക്കുന്ന ചില പ്രകൃതിദത്ത മൗത്ത് ഫ്രഷ്നറുകൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ ഈ പ്രശ്നമോർത്ത് ഇനി ആകുലപ്പെടേണ്ടതില്ല. നമുക്ക് അതെന്താണെന്ന് ഒന്ന് നോക്കിയാലോ. ഒന്നാമതായി ഗ്രാമ്പു. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു സാധാരണ ഘടകമാണ് ഗ്രാമ്പു. ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വായിലെ ബാക്ടീരിയകളുടെ എണ്ണം കുറയ്ക്കുകയും രക്തസ്രാവം, ദന്തക്ഷയം തുടങ്ങിയ മറ്റ് ദന്തപ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വായ്നാറ്റം എന്ന പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് നിങ്ങൾക്ക് കുറച്ച് ഗ്രാമ്പു കഷ്ണങ്ങൾ വായിലിട്ട് ചവയ്ക്കാവുന്നതാണ്. വെള്ളം. ഒരു ദിവസത്തിൽ വളരെ കുറച്ച് വെള്ളം മാത്രം കുടിക്കുന്നതും നിങ്ങളുടെ വായിൽ ദുർഗന്ധം ഉണ്ടാക്കും. വായിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാനും വായിൽ അവ പെരുകുന്നത് തടയാനും വെള്ളം സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ ശ്വാസം ഫ്രഷായി നിലനിർത്താൻ സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ശ്വാസത്തിന് ദുർഗന്ധമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശ്വാസം ഉന്മേഷദായകമാക്കാൻ നിങ്ങളുടെ വെള്ളത്തിൽ അര കഷ്ണം നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് കുടിക്കുകയും ചെയ്യാവുന്നതാണ്. തേനും കറുവപ്പട്ടയും. തേനും കറുവപ്പട്ടയ്ക്കും ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ നിങ്ങളുടെ വായിലെ ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കാനും മോണയുടെ ആരോഗ്യം നിലനിർത്താനും ഇവ സഹായിക്കും. തേനും കറുവപ്പട്ടയും ചേർത്ത് പല്ലിലും മോണയിലും പതിവായി പുരട്ടുന്നത് ദന്തക്ഷയം, മോണയിൽ രക്തസ്രാവം, വായ്നാറ്റം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കും. രണ്ട് ചേരുവകളും തികച്ചും സുരക്ഷിതവും അടുക്കളയിൽ എപ്പോഴും എളുപ്പത്തിൽ കണ്ടെത്താവുന്നതുമാണ്. ഗ്രാമ്പു പോലെ കറുവപ്പട്ടയിലും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വായിൽ ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കും. കറുവപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണം കുറച്ച് മിനിറ്റിൽ വായിൽ വച്ചാൽ മതി. എന്നിട്ട് അത് തുപ്പിക്കളയാവുന്നതാണ്. ഇനി ഉപ്പുവെള്ളം. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് വായ കഴുകുന്നത് വായിൽ ചീത്ത ബാക്ടീരിയകളുടെ വളർച്ച തടയുകയും നിങ്ങളുടെ ശ്വാസം ഉന്മേഷദായമാക്കുകയും ചെയ്യും. ഉപ്പുവെള്ളം ദുർഗന്ധത്തിന് കാരണമാകുന്ന ബാക്ടീരിയകൾ വായിൽ പെരുകുന്നത് തടയുകയും അവയെ പുറന്തള്ളുകയും ചെയ്യുന്നു. പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/4 മുതൽ അര ടീസ്പൂൺ വരെ ഉപ്പ് കലർത്തി ആ വെള്ളം ഉപയോഗിച്ച് വായ കഴുകിയാൽ മതിയാകും.